ബിഗ് ബോസ് മലയാളം സീസൺ 7 21-ാം എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നൊരു എപ്പിസോഡാണ്. കാരണം ഇതൊരു വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വരുന്ന ദിവസമാണ്. കഴിഞ്ഞ ഒരാഴ്ച ആ വീട്ടിൽ സംഭവിച്ച ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അതിനെയൊക്കെ ചൂണ്ടിക്കാട്ടുകയും അതിൻ്റെ മേലൊക്കെ നടപടിയെടുക്കുകയും ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും എന്ന് കാണുവാൻ വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസം. പ്രേക്ഷകരുടെ ജിജ്ഞാസയെ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ലാലേട്ടൻ കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മലയാളി പ്രേക്ഷകരിലെല്ലാം ഉണ്ട്. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ആ വീടിനകത്ത് സംഭവിച്ചത്? എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നുണ്ട്. അടി, ബഹളം, തെറിവിളി, കുത്തിത്തിരിപ്പ്, പാരവെപ്പ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. അതിൻ്റെയൊക്കെ പിൻപിൽ നിന്ന് കളിച്ച വ്യക്തികൾ, ഇവരെ എല്ലാം കൃത്യമായി തുറന്നു കാട്ടിയ ഒരു എപ്പിസോഡാണ്. ആ എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുവാൻ പോകുന്നത്. അതിനു മുൻപായി വീണ്ടും ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. വീഡിയോ കാണുന്നവരിൽ ഒരു 80-85% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവർ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. എപ്പിസോഡിലേക്ക് പോകാം. തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത് ലാലേട്ടൻ വീട്ടിലെ വൃത്തിയും വെടിപ്പും ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതാണ്. മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും മനോഹരമായ ഒരു വീട് ഇതാദ്യമായിട്ടാണ്. ഈ 7-ാം സീസൺ ആ വീടിന്റെ പ്രൗഢി കൊണ്ട് തന്നെ വ്യത്യസ്തത പുലർത്തുന്നതാണ്. എന്നാൽ ആ വീട്ടിൽ പാർക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന അംഗങ്ങൾ ആ വീടിനെ പറ്റിയോ അതിന്റെ മനോഹാരിതയെക്കുറിച്ചോ ആ വീടിനെ എങ്ങനെ വൃത്തിയും വെടിപ്പും ഉള്ളതാക്കി കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചോ യാതൊരു ബോധവും ഇല്ലാത്തവരാണ് എന്നുള്ളത് ലാലേട്ടൻ തുറന്നു പറയുകയും അതിനുശേഷം വീട്ടിലെ പ്രധാനപ്പെട്ട ക്യാപ്റ്റനെയും തുടർന്ന് ജോലികൾ വിഭജിച്ച് നൽകപ്പെട്ടിരിക്കുകയാണ്. കിച്ചൺ ടീം, അതുപോലെ ഫ്ലോർ ടീം, വെസൽ ടീം, അങ്ങനെ ക്ലീനിങ് സെക്ഷൻ, ഇതിൻ്റെ എല്ലാം ക്യാപ്റ്റന്മാരെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവരുടെ ഹൈജീനെ കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യനുകൾ നടത്തുകയാണ്. ഓരോരുത്തരും അവരവരുടെ സെക്ഷൻ മനോഹരമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് അവർക്കിട്ട് പാര വരുന്നുണ്ട് ചില ആൾക്കാർ. പ്രത്യേകിച്ച് അനീഷൊക്കെ, ഷാനവാസ് ക്ലീനിങ് സെക്ഷനാണ്, ബാത്റൂം, ടോയ്ലറ്റ്, ആ മേഖലകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഷാനവാസാണ്. അനീഷ് ഷാനവാസിന്റെ പ്രവൃത്തിക്കെതിരായിട്ട് രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വീട്ടുകാർക്കൊക്കെ, ഒട്ടുമിക്കവാറും ആൾക്കാർക്കൊക്കെ എല്ലാം നല്ല മതിപ്പ് തന്നെയാണ്. വീട് വലിയ കുഴപ്പമില്ലാതെയാണ് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കുറച്ച് പല്ലിയെയും പാറ്റയെയും അട്ടയെയും അങ്ങനെയുള്ള കുറേ സാധനങ്ങളെ തരാം ആ വീട് വൃത്തികേടാക്കുവാൻ വേണ്ടി. ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ട് വരാൻ പോവുകയാണ്. തൽക്കാലം നിങ്ങൾ എല്ലാവരും കൂടി ആ വീട് വിട്ട് പുറത്തേക്ക് പോയിക്കോ, ഞാൻ അകത്തേക്ക് വരാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. അതിനുശേഷം ലാലേട്ടനും നമ്മുടെ മൈജിയുടെ സ്പൈക്കുട്ടനും കൂടി ആ വീട്ടിനകത്തേക്ക് ഒരു മേജർ ചെക്കപ്പിന് വേണ്ടി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ലാലേട്ടൻ ബെഡ്റൂമിൽ കയറുന്നുണ്ട്, തുടർന്ന് കിച്ചണിലേക്ക് വരുന്നുണ്ട്. കിച്ചണിൽ കഴിച്ച പാത്രം അത് കഴുകാതെ വെറുതെ അവിടെ എടുത്ത് മാറ്റിയിട്ടിരിക്കുന്ന കാഴ്ച. ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ പുതപ്പുകളൊക്കെ പുതച്ചതിന് ശേഷം അതുപോലെ ഇട്ടിരിക്കുന്നു. തുണികൾ മടക്കി വെക്കാതെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നു. പിന്നെ ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ മടങ്ങിപ്പോകുന്നുണ്ട്. അതിനുശേഷം പ്രേക്ഷകരോട് ചോദിക്കുന്നുണ്ട്, 18 പേര് താമസിക്കുന്ന ഒരു വീടാണ്, അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ വരും, നമുക്ക് 5-ൽ എത്ര മാർക്ക് കൊടുക്കാം, ഒരു 3, 4 എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരെയും വീടിനുള്ളിലേക്ക് കയറ്റിയതിനു ശേഷം വീണ്ടും ഹൈജീനെ കുറിച്ചുള്ള ഒരു വിചാരണ നടക്കുകയാണ്. അവിടെ തിന്ന പാത്രം കഴുകി വെക്കുന്നതിനെക്കുറിച്ചും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ചും ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. ആ കൂട്ടത്തിൽ ഈ കിടന്ന സ്ഥലത്ത് കിടക്കയിൽ ആ ബെഡ്ഷീറ്റ് ഒന്നും മടക്കി വെക്കുക പോലും ചെയ്യാതെ പോയ ആള് അതാരാണ് എന്ന് ചോദിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ക്യാപ്റ്റനാണ്, ആര്യനാണ്. ആര്യൻ ഈ സമയം മുതൽ എയറിലാവുകയാണ്. ആര്യനോട് ചോദിക്കുകയാണ്, വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇല്ല ലാലേട്ടാ, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വീടാണ്. ഓക്കെ ലാലേട്ടാ, സോറി. അല്ല, ഞാൻ ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി കണ്ടിരുന്നല്ലോ, അടുക്കളയിൽ വെജിറ്റബിൾ മുറിക്കുന്ന കത്തി എടുത്തിട്ട് നിങ്ങൾ താടി മുറിക്കുന്നത് കണ്ടല്ലോ, അതെന്താണ് സംഭവം? ആര്യൻ വീണ്ടും പെട്ടു. അയാൾ പറയുകയാണ്, ലാലേട്ടാ, ഈ താടി കൂടുതൽ വളരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ഇറിറ്റേഷൻ വരാൻ തുടങ്ങി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് നിങ്ങൾ ആ കത്തി കഴുകി വെച്ചോ? ഇല്ല, ആ കത്തി കൊണ്ട് തന്നെ നിങ്ങൾ സമൂസ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു അല്ലേ? ഈ ചോദ്യങ്ങളുടെയൊക്കെ മുമ്പിൽ ആര്യൻ നിന്നുകൊണ്ട് ഉരുകുന്ന കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. തുടർന്ന് ലാലേട്ടൻ അതേക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അനീഷ് കൈവെക്കുന്നുണ്ട്. അപ്പോൾ അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുകയാണ്, എന്താ മോനെ, നീ ഇങ്ങനെ സംസാരിക്കാൻ മുട്ടി നിൽക്കുകയാണോ? എന്നാ പിന്നെ നീ അങ്ങ് സംസാരിക്കുക, ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉടനെ സോറി എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് വീണ്ടും അവിടെ ഇരിക്കാണ്ടിരിക്കുമ്പോൾ, അല്ല പറയാൻ വന്നതല്ലേ, എന്തായാലും പറഞ്ഞു തുടങ്ങിക്കോ. അത് പിന്നെ ലാലേട്ട, ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആര്യൻ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കത്തി എടുത്തിട്ട് താടി മുറിക്കുന്നു, അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മോനെ. അത് കണ്ടിട്ട് നീ പറഞ്ഞു അത് ചെയ്യാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ വീട്ടുകാരോട് ആരോടെങ്കിലും പറഞ്ഞു.
ഇല്ല ലാലേട്ട, ആരോടും പറഞ്ഞില്ല. ആ, അതാണ് നിന്റെ പ്രശ്നം. നീ ആരോടും പറഞ്ഞില്ല, എന്നിട്ട് ഇപ്പോൾ സംസാരിക്കാൻ വന്നിരിക്കുക. ഇരിക്കവിടെ. ഓ സോറി ലാലേട്ട, അത് എന്റെ മിസ്റ്റേക്കാണ്. ശരിക്കും പറഞ്ഞ അനീഷിന്റെ ഈ പരിപാടി ആകാശത്തുകൂടി പറന്നു പോകുന്ന അടി ഏണി വെച്ചിട്ട് ചാടി പിടിക്കുന്ന പരിപാടി പോലെ ആയിപ്പോയി. തുടർന്ന് ലാലേട്ടൻ ആര്യന്റെ കയ്യിൽ കെട്ടിയിരുന്ന ആ ബാൻഡ് എടുത്ത് കാണിക്കുകയാണ്. ഈ സാധനം ആരുടേതാണ്? ഇത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആര്യൻ അപ്പോഴാണ് അറിയുന്നത് ഇത് ലാലേട്ടന്റെ കയ്യിൽ എത്തിയ കാര്യം. വീട് വിസിറ്റ് ചെയ്യാൻ പോയ വഴിക്ക് ലാലേട്ടൻ അതും കൂടി എടുത്തുകൊണ്ടാണ് പോയത്. ഇത് ആര്യന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ആര്യൻ അതെടുത്ത് എവിടെയോ വെച്ചിരുന്നു. എന്നാൽ ആര്യൻ കാണാതെ ആ വീട്ടിലെ ആസ്ഥാന കള്ളൻ നെവിൻ അത് അടിച്ചു മാറ്റിയതിനു ശേഷം വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അയാൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇത് ആര്യന്റെ കയ്യിലെ സാധനമാണ്, യാതൊരു തരത്തിലുള്ള സൂക്ഷ്മതയും ഇല്ലാതെയാണ് ഇതുകൊണ്ട് നടക്കുന്നത്, അതുകൊണ്ട് ഞാനിത് അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഇത് എന്റെ കയ്യിലുണ്ട്, എന്റെ മെക്കിട്ട് കയറാൻ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വേറെടുത്ത് കൊണ്ടുവന്ന് പാത്തു വെച്ചതാണ്. അത് പൊക്കിക്കൊണ്ടാണ് ലാലേട്ടൻ പോയിരിക്കുന്നത്. അത് ആര്യനെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെയായിരുന്നു? ഇത് മോഷ്ടിക്കപ്പെട്ട സംഭവമാണ്, അവിടെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ തന്നെ അടിച്ചു മാറ്റിയതാണ്. ഇതിപ്പോൾ എന്തായാലും എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ആ കള്ളൻ നിങ്ങളുടെ അടുത്ത് നിന്നിരിപ്പുണ്ട്, എഴുന്നേപ്പിക്ക്. അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് എടാ എന്തൊരു പണിയാടാ ഈ കാണിച്ചത്, മോശമായി പോയി കേട്ടോ. ഇത് കേട്ടുകൊണ്ട് നെവിൻ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് എടാ ഞാനാടാ. അപ്പോൾ വീണ്ടും ആര്യനോട് ലാലേട്ടൻ പറയുകയാണ് ഇങ്ങനൊരു സാധനം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു പോലുമില്ലല്ലോ. തൽക്കാലം ഇനി നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല, ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ അത് തന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയാണ്. ശരിക്കും ആര്യന് അത് നഷ്ടപ്പെട്ടത് ഒരു വലിയ അടിയായി മാറിയിട്ടുണ്ട്. കാരണം ആ ഒരു ബാൻഡ് കയ്യിലുള്ളിടത്തോളം കാലം തനിക്ക് ചില സ്പെഷ്യൽ പ്രിവിലേജുകളൊക്കെ ഉണ്ട് അതിനകത്ത്. മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്ന യൂണിഫോം ധരിച്ച് നടക്കുന്ന സമയത്ത് സ്വന്തം വസ്ത്രം ധരിക്കുവാനൊക്കെയുള്ള ആ ഒരു പ്രിവിലേജ് ഈ ബാൻഡ് കയ്യിലുള്ള ആൾക്കാർക്ക് ലഭിക്കും. എന്തായാലും അതിപ്പോൾ ആര്യന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മുടെ ശാരികയാണ് പോക്കുന്നത്. ശാരികയും കിടന്ന ആ ബെഡ് വല്ലാതെ അലങ്കോലമാക്കിയിട്ടിരിക്കുകയാണ്. ബെഡ്ഷീറ്റ് ഒന്നും മടക്കി വെച്ചിട്ടില്ല, തുണിയൊക്കെ വാരി ആ കട്ടിലിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുകയാണ് നിങ്ങൾ നാട്ടുകാരെ ഉപദേശിക്കുന്ന ആളല്ലേ, എന്തു വലിയ വർത്തമാനങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടുണ്ടോ? അത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ശാരികയും ഉരുകാൻ തുടങ്ങി. സോറി ലാലേട്ട, ഇനി അത് ഞാൻ ശ്രദ്ധിച്ചോളാം. തുടർന്ന് ക്ലീനിങ്ങിനോടുള്ള ബന്ധത്തിൽ ആ വീടിന് എത്ര മാർക്ക് തരണം എന്നുള്ളതാണ്. ഓരോരുത്തരെ വിളിച്ച് ചോദിക്കുമ്പോൾ ഓരോരുത്തർ ഓരോരോ മാർക്കുകളാണ് പറയുന്നത്. ഒടുവിൽ അഭിലാഷിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു 3.5 മാർക്ക് കിട്ടിയിരുന്നേ കൊള്ളാമായിരുന്നു. ശരി, 5-ൽ 3.5 മാർക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിഷയം വിടുകയാണ്. തുടർന്ന് ലാലേട്ടൻ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുന്നുണ്ട്. ആ സമയത്ത് ആര്യന്റെ നഷ്ടപ്പെട്ട ബാൻഡിനെ കുറിച്ചാണ് അവിടെ ചർച്ച. ആര്യൻ പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ മോഷ്ടിച്ച കള്ളൻ വളരെ കൂളായിട്ട് നോക്കിയിരിക്കുകയാണ്. അയാൾ പറയുന്നുണ്ട് അത് എന്റെ മിടുക്കാണ്, ഇത് മോഷ്ടിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നും വെച്ചിട്ടില്ലല്ലോ എന്ന് നൂറയാണ് ചോദിക്കുന്നത്. അതെ, മോഷ്ടിക്കാനൊന്നും പാടില്ല, പക്ഷേ മറ്റൊരാളുടെ കയ്യിലേക്ക് അത് എത്തേണ്ടത് ടാസ്ക് വരുമ്പോൾ ടാസ്ക് കളിച്ചിട്ടാണ് എന്ന് ആര്യൻ പറയുന്നു. എന്താണെങ്കിലും അതിപ്പോൾ ലാലേട്ടൻ കൊണ്ടുപോയല്ലോ, അത്രയും സമാധാനം എന്ന് അക്ബർ പറഞ്ഞ് ആ വിഷയം തീരുകയാണ്. തുടർന്ന് ലാലേട്ടൻ എത്തിയിട്ട് അക്ബറിനെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കാണുന്നത്. അക്ബറിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത്? നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഇതൊന്നും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, കണ്ടും കേട്ടുമങ്ങും മടുക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോഴേക്കും അക്ബർ പാവത്താനെ പോലെ നിന്നുകൊണ്ട് പറയാണ് സോറി ലാലേട്ട, സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്കറിയാവോ നിങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച അവിടെ ചെയ്തു കൂട്ടിയെന്ന്? ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വഴക്കിന്റെ 4 രംഗങ്ങൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അക്ബറിന്റെ മുമ്പിൽ പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആഞ്ഞടിക്കുന്ന അടികൾ, അനുമോളുമായിട്ട് എന്തോ ആജന്മ ശത്രുത തനിക്കുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പൊട്ടിത്തെറിക്കുന്നത്. അതിനിടയിൽ അശ്ലീല വാക്കുകൾ പലതും ഉപയോഗിക്കുന്നു. അതുകൂടാതെ അനീഷിനെതിരായി കയ്യേറ്റ ശ്രമം നടത്തുന്നു, പില്ലോ എടുത്ത് അയാളെ എറിയുന്നു, അശ്ലീലം പറയുന്നു, ഷാനവാസിനെതിരെ തട്ടിക്കേറുന്നു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് പല ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അക്ബർ ആകെപ്പാടെ അടികൊണ്ടതുപോലെ നിൽക്കുകയാണ്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്തോ സംഭവമാണെന്നൊരു ധാരണയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അക്ബർ പറയാം അത് പിന്നെ ലാലേട്ട, നമ്മളെ മാത്രം തെറ്റുകാരനാക്കാൻ ശ്രമിക്കുമ്പോൾ ആയിക്കോട്ടെ, തെറ്റുകാരനാക്കിക്കോട്ടെ, ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ അതിന് പ്രതികരിക്കേണ്ടത്? നിങ്ങളെക്കാൾ അധികം പ്രശ്നങ്ങളുള്ള ആൾക്കാർ അതിനകത്തുണ്ട്, അവരൊന്നും മിണ്ടാതിരിക്കുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കുന്നത്? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ കൺഫെഷൻ റൂമിലേക്ക് പെട്ടെന്ന് ചെല്ല്. ഇത് പറഞ്ഞ് അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് അയക്കുകയാണ്. അക്ബർ ആകെപ്പാടെ പെട്ടു. ഇനിയിപ്പോൾ ബിഗ് ബോസിന്റെ വക അടുത്തത് എന്താണെന്ന് അറിയുവാൻ വേണ്ടിയാണ് അതിനകത്തേക്ക് ചെല്ലുന്നത്. പക്ഷേ അക്ബർ ഞെട്ടിപ്പോയി. അക്ബറിനെ തന്റെ ഉമ്മ ടെലഫോൺ ലൈനിൽ സംസാരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും അക്ബറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. തുടർന്ന് അക്ബർ പൊട്ടിക്കരയുകയാണ്. ഉമ്മ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, മോനെ എന്തിനാണ് ഈ ദേഷ്യപ്പെടുന്നത്? നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ?
ഉമ്മ ഞാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ ഉമ്മയ്ക്ക് ഞാൻ വാക്ക് തരികയാണ്, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടില്ല, ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കുകയല്ല. അങ്ങനെ ഉമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷം അക്ബർ വീണ്ടും വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അയാൾ പറയുന്നൊരു കാര്യമുണ്ട്, മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല, കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഈ കഴിവിൻ്റെ പരമാവധി നിയന്ത്രിച്ചിട്ടും ആൾ ഇത്രമാത്രം ടെററാണെന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ നിയന്ത്രണം ഇല്ലാത്തൊരു അക്ബറിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ മിക്കവാറും അതിനകത്ത് ആരെങ്കിലും തല്ലിക്കൊന്നു കളയാനുള്ള സാധ്യത പോലും ഉണ്ടല്ലോ. വാസ്തവത്തിൽ ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്നു കയറുമ്പോഴേക്കും ആൾക്കാർക്ക് ഇത്രയും മാറ്റം സംഭവിക്കുമോ? അക്ബറിന്റെ ഉമ്മ വിളിച്ചിട്ട് നിന്റെ കോപം നിയന്ത്രിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് പോലും സഹിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്? അത്രമാത്രം ഭീകരാന്തരീക്ഷമാണോ ബിഗ് ബോസ് വീടെന്ന് പറയുന്നത്? ഒരാളിന് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിലേക്ക് ടോട്ടലി അയാൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറായി പോകുന്ന അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണോ ബിഗ് ബോസ് വീടിനകത്തുള്ളത്? അങ്ങനെ നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്തുന്ന എല്ലാവരും ആ ടൈപ്പായി മാറണം. ഇത് ഓരോരുത്തരുടെ ക്യാരക്ടറിന്റെ പ്രത്യേകതയാണ്. ഇത്രമാത്രം പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ നടക്കുന്നതിന്റെ നടുവിൽ വളരെ കൂളായിട്ട് യാത്ര ചെയ്യുന്ന അനീഷിനെ നമ്മൾ കാണുന്നുണ്ട്. ആ വീട്ടിലുള്ള 19 പേരും ഒരുമിച്ച് വളഞ്ഞിട്ട് അയാളെ ആക്രമിക്കുന്ന സമയത്തും അതിന്റെ നടുവിൽ കൂടി ശാന്തനായിട്ട് അയാൾ നടന്നു പോകുന്നുണ്ട്. അയാൾ മാത്രമല്ല, മറ്റു പലരും ആ വീടിനകത്ത് വളരെ സൗമ്യതയോടുകൂടിയും ശാന്തതയോടുകൂടിയും മുൻപോട്ട് പോകുന്നുണ്ട്. അവരാരും വിമർശനങ്ങൾ കേൾക്കാഞ്ഞിട്ടല്ല, ആക്രമണങ്ങൾ നേരിടാഞ്ഞിട്ടല്ല, അവർക്കെതിരെ രൂക്ഷമായിട്ട് പല ആൾക്കാരും പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറിന്റെ പ്രത്യേകതയാണ്, ഓരോരുത്തർ ജീവിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങളുടെ പ്രത്യേകതയാണ്. ലാലേട്ടൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, തിരികെ പ്രതികരിക്കില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ പല വീഡിയോകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അക്ബറിന്റെ ഒരു ധാരണ താൻ എന്തോ ഒരു സംഭവമാണെന്നും തന്റെ കീഴിലാണ് ആ വീട്ടിലുള്ള ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരുമെന്നും തന്നോട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെ ആയിരിക്കില്ല, താൻ ശരിക്കും വിവരം അറിയിച്ചു കൊടുക്കും എന്നൊക്കെയുള്ളൊരു ധാർഷ്ട്യം തൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അതാണ് അവസാനം കൺഫെഷൻ റൂമിൽ വരെ പോയി പൊട്ടിക്കരയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്തായാലും ഇത് ബിഗ് ബോസ് അദ്ദേഹത്തിന് കൊടുത്ത നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇതൊരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും അയാൾക്ക് തിരുത്തുവാനും മടങ്ങി വരുവാനുമുള്ള വളരെ മനോഹരമായൊരു പാത ഇവിടെ തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു. എന്തായാലും അയാൾ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. അക്ബറിന്റെ ഷവോടൊക്കെ അവിടെ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. പുതിയൊരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരട്ടെ. അങ്ങനെ ഒരു പുതിയ മനുഷ്യൻ ബിഗ് ബോസിൽ നാളെ മുതൽ കളിക്കുന്നത് കാണുവാൻ വേണ്ടി പ്രേക്ഷക സമൂഹം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൺഫെഷൻ റൂമിൽ നിന്നും മടങ്ങി വന്ന അക്ബറിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഉമ്മ എന്തു പറഞ്ഞുവെന്ന്. അപ്പോൾ കോപം നിയന്ത്രിക്കാൻ പറഞ്ഞു, വാക്കുകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉമ്മയ്ക്ക് നിങ്ങളോട് അങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള ധാരാളം അമ്മമാര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവൂ. അതിനുശേഷം അടുത്ത 2 ആൾക്കാരെ പൊക്കുകയാണ്. 1 ഒനിൽ, 2 അഭിലാഷ്. എന്തൊക്കെയാണ് ഒനിൽ നിങ്ങൾ സംസാരിക്കുന്നത്? നിങ്ങൾ ലോകം കണ്ടൊരു മനുഷ്യനല്ലേ? ഇനിയിപ്പോൾ നിങ്ങളുടെ അമ്മയെ കൊണ്ടും നിങ്ങളോട് സംസാരിപ്പിക്കേണ്ടി വരുമോ? അഭിലാഷേ, എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് വിളിച്ചു പറയുന്നത്. അതിനിടയ്ക്ക് ഒരുത്തൻ ചെരുപ്പ് വലിച്ചെറിയുന്നു, ആര്യൻ. അപ്പോൾ വീണ്ടും ആര്യനെയും പൊക്കുകയാണ്. എന്തായാലും നിങ്ങൾ കാണ് പ്രേക്ഷകർക്ക് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള കമന്റ് എന്ന്. തുടർന്ന് ആ ചില വീഡിയോ ക്ലിപ്പുകളാണ് കാണിക്കുന്നത്. പല ആൾക്കാരും ഒനിലിന്റെയും ആര്യന്റെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയുകയാണ്, കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. എന്തു പറയണമെന്നറിയാതെ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്ന ഒരു കൂട്ടം നിലവാരമില്ലാത്ത ആൾക്കാരാണ് ഈ സീസണിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ തേജോവധം ചെയ്യുന്നതിന്റെ കുറെ വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണുകയാണ്. ഇതെല്ലാം കണ്ട് ഈ താരങ്ങൾ ധൃതങ്ക പുളകിതരായി നിൽക്കുന്ന ആ കാഴ്ച, അതെ, മനോഹരമായ കാഴ്ച. ഇനിയെങ്കിലും ഇവർ തിരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രമാത്രം ഇവരെ വലിച്ചു കീറിക്കളഞ്ഞു ലാലേട്ടൻ. ഈ കൂട്ടത്തിൽ രണ ഫാത്തിമയെയും എഴുന്നേൽപ്പിക്കുന്നുണ്ട്. രണയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും അവരുടെ ആ ഗോഷ്ഠികളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഷോ കാണുന്ന പല ആൾക്കാരും വീട്ടിൽ പല ആവർത്തി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ആ കൊച്ചിനെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ചെവിക്കല്ല് നോക്കി അടിച്ച് പൊട്ടിച്ചേനെന്ന്. കാരണം ഒരാളിന് പോലും സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഗോഷ്ഠികളാണ് ആ കുട്ടി നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം അതിനെ മാക്സിമം മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കി ചീവീടിനെ പോലെ അലച്ചുകൊണ്ട് ഇതങ്ങനെ വലിച്ചു നീട്ടുകയാണ്. എന്തായാലും രണ ഫാത്തിമയ്ക്കിട്ടും ലാലേട്ടൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനകത്ത് വന്ന് അനുസരണം പഠിച്ച് നല്ല കുട്ടികളായി പുറത്തു വരേണ്ടതാണ്. നിങ്ങളുടെ അസൂയ, കുശുമ്പ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് വെച്ച് കുഴിച്ചു മൂടപ്പെടേണ്ടതാണ്.
ഈ അസൂയ കുശുമ്പ് എന്നൊക്കെയുള്ള വാക്കുകൾ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്ന് വരെ ലാലേട്ടൻ പറഞ്ഞു. അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തൊലി ഉരിയുന്നത് പോലെ നിൽക്കുകയാണ് രണ ഫാത്തിമ. തുടർന്ന് ലാലേട്ടൻ രണ ഫാത്തിമയ്ക്കും ഒനിൽ സാബുവിനും അക്ബറിനും ഇങ്ങനെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടി പ്രേക്ഷകരോട് ആത്മാർത്ഥമായി മാപ്പ് പറയുകയാണ്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത്രയുമൊക്കെ ഭീകര കാര്യങ്ങൾ ഞങ്ങൾ തന്നെയാണോ ചെയ്തത്, ഇതെല്ലാം വ്യക്തമായി കഴിഞ്ഞപ്പോഴേക്കും ഒരുമാതിരി മാനസാന്തരം വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അക്ബർ കരയുന്നു. അഭിലാഷ് പോയി രണ ഫാത്തിമയോടും അക്ബറിനോടും മാപ്പ് പറയുന്നു. അനീഷ് ചെന്നിട്ട് അക്ബറിനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെയുള്ള ചില നല്ല രംഗങ്ങൾ പിന്നീട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാലേ കിട്ടാൻ ഉറക്കം വരൂ എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും സമാധാനമായിട്ടുണ്ട്. വരുന്ന ദിവസങ്ങൾ മുതൽ BB ഹൗസിൽ നമ്മൾ നല്ല കുട്ടികളെ ആയിരിക്കും കാണാൻ പോവുക. അത് പ്രതീക്ഷിക്കാം കേട്ടോ. എങ്കിലും ചില ആൾക്കാരുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തിലൊന്നും അങ്ങനെ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. തുടർന്ന് കാണുന്നത് ഇത്രയും സമയം വളരെ നെഗറ്റീവായിട്ട് തകർത്തടിച്ച് മുൻപോട്ട് പോയ ലാലേട്ടൻ പിന്നീട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതാണ്. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കുകളെക്കുറിച്ചും ഗെയിമുകളെക്കുറിച്ചുമുള്ള ചർച്ചയാണ്. എങ്ങനെയായിരുന്നു അവർ ആ ടാസ്കുകളോട് സമീപിച്ചത്, അതിൽ നിന്നും അവരെന്ത് പാഠമാണ് പഠിച്ചത്, എത്രത്തോളം അതിനകത്ത് ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്, ആരുടെയൊക്കെ കയ്യിൽ നിന്ന് ഈ സാധനം പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് തുടർന്ന് നടക്കുന്നത്. അതെല്ലാം തന്നെ വളരെ രസകരമായിരുന്നു. ആ ടാസ്കുകൾക്കിടയിൽ സംഭവിച്ച വീഴ്ചകളെക്കുറിച്ചും അവിടെ അവർ പറഞ്ഞ വാക്കുകളെക്കുറിച്ചും പലർക്കും ലഭിച്ച ഇരട്ട പേരുകളെക്കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അവരവിടെ പറയുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ടാസ്ക് ത്യാഗികൾ എന്ന് പറയുന്ന ടാസ്ക്കാണ്. അതായത് ഈ ധൈര്യശാലികളെ പറഞ്ഞ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് അയച്ചിരുന്നല്ലോ, അവിടെ ചെന്നിട്ട് വലിയ പ്രശ്നമുണ്ടായ ആ ഒരു ടാസ്കിനെ കുറിച്ചുള്ള സംസാരമാണ് തുടർന്ന് നടക്കുന്നത്. അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷ് എന്തുകൊണ്ടാണ് മിണ്ടാതെ നിന്നത്? ബിഗ് ബോസ് പലയാവർത്തി ചോദിച്ചിട്ടും അനീഷ് മിണ്ടിയില്ലല്ലോ. അപ്പോൾ അനീഷ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒന്നാമത് ലാലേട്ട, അതിനകത്തേക്ക് ആദ്യം കയറിപ്പോകാൻ ഇവർ രണ്ടുപേരും തയ്യാറായില്ല. ഞാൻ ധൈര്യപൂർവ്വം അതിനകത്തേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ കാർഡ് എടുത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിനകത്ത് ബിഗ് ബോസ് എന്തോ കുതന്ത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാനത് അനുസരിക്കുവാൻ വേണ്ടി തയ്യാറായി. ഈ ഒരു സീസൺ തീരുന്ന സമയം വരെയും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ അംഗീകരിച്ചു. അതിനുവേണ്ടി ഞാൻ റെഡി ആയിട്ട് നിന്നു. ബിഗ് ബോസ് പല കാര്യങ്ങളും ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ടാസ്ക് തുടങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ലഭിച്ചിരിക്കുന്ന കാർഡിനകത്ത് ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുവാൻ വേണ്ടി തയ്യാറായി. തുടർന്ന് ആര്യനോട് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നത്, എനിക്ക് ജ്യൂസാണ് കുടിക്കാൻ വേണ്ടി കിട്ടിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇല്ല ലാലേട്ട, ഇവൾക്ക് മുടി മൊട്ടയടിക്കണമെന്ന് പറഞ്ഞു, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ, ശരി. തുടർന്ന് ജിസൈലിനോടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായത്? അത് പിന്നെ ലാലേട്ട, എനിക്ക് ഇപ്പോൾ തന്നെ തുണിയും പോലും കിട്ടുന്നില്ല. ഈ തുണിയില്ലാത്ത കൂട്ടത്തിൽ എനിക്ക് തല മൊട്ടയടിക്കാൻ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുമില്ല തുണിയും ഇല്ലാതെയാവും. അതുകൊണ്ടാണ് ഞാൻ പ്രശ്നത്തിലായി പോയത്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിസ്സാരം ഒരു ഗെയിമിന് വേണ്ടി എന്തോ ഒരു വഴക്കായിരുന്നു നിങ്ങൾ അതിനകത്ത് ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? എന്തായാലും ഒരു കാര്യം ചെയ്യ്, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് പറഞ്ഞിട്ട് ആര്യനെ പൊളിച്ചടുക്കുകയാണ്. ഈ ഒരു വീഴ്ചയിൽ നിന്നും ആര്യൻ ഇനിയും ഉടനെ എങ്ങാനും കയറി വരുവാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല. നിലപാടുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ടുള്ള പലതരത്തിലുള്ള നിലപാടുകൾ അവിടെ എണ്ണി എണ്ണി ബിഗ് ബോസ് കാണിച്ചു തരികയാണ്. ആര്യൻ ചോദിക്കുന്നു, 1000 പോയിന്റിന് വേണ്ടി ഞാൻ മൊട്ടയടിക്കണോ? നിലപാട് 1, ഞാൻ മൊട്ടയടിച്ചാൽ ഈ വീട്ടുകാർക്ക് അതിനകത്ത് വലിയ സന്തോഷം ഉണ്ടാകത്തില്ല. 1000 പോയിന്റ് അവർക്ക് കിട്ടും. 1000 പോയിന്റിൽ കിട്ടുന്ന സാധനങ്ങൾ അവർ ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ അവരുടെ മുമ്പിൽ ഞാൻ മൊട്ടയടിച്ചുകൊണ്ട് നാണം കെട്ട് തുടർന്ന് നടക്കേണ്ടി വരില്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതുമാത്രവുമല്ല, എൻ്റെ വീട്ടുകാരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ റിലീജിയസ് ആയിട്ട് അങ്ങനെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതായത് മൊട്ടയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചതിന് തുല്യമാണ്. അതൊരിക്കലും എൻ്റെ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് മൊട്ടയടിക്കുന്ന കാര്യത്തെപ്പറ്റി സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇതായിരുന്നു ആദ്യത്തെ തൻ്റെ നിലപാട്. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞു, ഞാനും മൊട്ടയടിക്കില്ല, അവളും മൊട്ടയടിക്കില്ല. അത് രണ്ടാമത്തെ നിലപാട്. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ നിലപാട് പറഞ്ഞു, ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പോകേണ്ട സാഹചര്യം വന്നാൽ ഞാൻ പുറത്തു പോയിക്കോട്ടെ. പക്ഷേ ഒരു കണ്ടീഷൻ, ഞാൻ മൊട്ടയടിക്കാം, നിങ്ങൾ ആരും എന്നെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ എനിക്ക് എവിക്ഷൻ വരുവാൻ പാടില്ല. 2, ഇനി വരാൻ പോകുന്ന എല്ലാ ടാസ്കുകളിലേക്കും നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണം. ഈ 2 കണ്ടീഷൻ അംഗീകരിക്കാം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മൊട്ടയടിക്കാൻ റെഡിയാണ്. വീട്ടുകാരെല്ലാം ഒരേ സ്വരത്തോടു കൂടി വിളിച്ചു പറഞ്ഞു, അത് പറ്റില്ല, നടക്കുന്ന കേസ് കെട്ടല്ല. തുടർന്ന് ആര്യന്റെ 4ാമത്തെ നിലപാടാണ് വെളിപ്പെട്ടു വരുന്നത്. ആര്യനോട് അപ്പാനി ശരത്ത് പറയുകയാണ്, നീ ഒരു ആക്ടർ അല്ലേ, നിനക്ക് ലഭിക്കുന്ന ഒരു ക്യാരക്ടറിനോടുള്ള ബന്ധത്തിൽ നീ മൊട്ടയടിക്കണം എന്ന് പറഞ്ഞാൽ നീ മൊട്ടയടിക്കില്ലേ? ഇല്ല, ഞാൻ മൊട്ടയടിക്കില്ല. ഒരു ക്യാരക്ടറാണ്, സിനിമയാണെന്ന് പറഞ്ഞാൽ പോലും മൊട്ടയടിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഇല്ല.
5 മിനിറ്റ് കഴിഞ്ഞ് ആ ആക്ടിവിറ്റി ഏരിയയിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ഇതേ അപ്പാനി ശരത്തിനോട് പറയുകയാണ്, സിനിമ അതെന്റെ ലൈഫാണ്, അവിടെ ഒരു ക്യാരക്ടറിന് വേണ്ടി മൊട്ടയടിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഞാൻ മൊട്ടയടിച്ചിരിക്കും. ഇത് 5ാമത്തെ നിലപാട്. അടുത്തത് 6ാമത്തെ നിലപാട്. അടുക്കളയ്ക്കകത്ത് നിന്ന് അനുമോളോട് സംസാരിക്കുമ്പോഴാണ് പറയുന്നത്, അതായത് 5000 പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ നീ മൊട്ടയടിക്കുമായിരുന്നോടാ? ഒരു 10,000 പോയിന്റ്. ആഹാ, 10,000 പോയിന്റ് കിട്ടിയാൽ മൊട്ടയടിക്കുമോ? തീർച്ചയായിട്ടും മൊട്ടയടിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ മുമ്പേ പറഞ്ഞ നിന്റെ അച്ഛൻ എവിടെ പോയടാ? നിന്റെ അച്ഛൻ മരിക്കുന്നതായിട്ടല്ലേ നീ മൊട്ടയടിക്കുമ്പോൾ കണക്കാക്കുക എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ 10,000 രൂപയ്ക്ക് വേണ്ടി നീ മൊട്ടയടിക്കുമ്പോൾ നിന്റെ അച്ഛൻ എവിടെ പോയി? അപ്പൊ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മരിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നീ റെഡിയാകും. അതല്ലേ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? അവിടെ ആര്യൻ ഫ്ലാറ്റ് ആവുകയാണ്. സത്യത്തിൽ ഈ ഒരൊറ്റ വിഷയത്തിൽ 6 പ്രാവശ്യം അയാൾ നിലപാടുകൾ മാറ്റാൻ തയ്യാറായി. ഇത് നിലപാട് മാറ്റി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ലോകം മുഴുവനുള്ള ആൾക്കാർ കാണെ ബിഗ് ബോസ് ഇത് പരസ്യമാക്കി ലോകത്തോട് പ്രദർശിപ്പിച്ചു. ഈ കുഴിയിൽ നിന്നും ആര്യൻ ഇനിയും കരകയറി വരികയും ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായി മാറുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാൾ നിലപാടില്ലാത്തവനാണെന്ന് ബിഗ് ബോസ് ഇതിൽ കൂടി സ്ഥാപിച്ചു. അയാളുടെ ഇമേജ് അത് മുഴുവൻ വലിച്ചു കീറി നാമാവിശേഷമാക്കുകയും ചെയ്തു. സത്യത്തിൽ ആര്യൻ ഇത് അർഹിക്കുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 100% ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആര്യൻ ആ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം അയാൾ എന്തോ സംഭവമാണ് എന്നൊരു ചിന്തയിലാണ് അവിടെ നടക്കുന്നത്. അവിടെ ചില ആൾക്കാർ വെറും സാധാരണക്കാരെ പോലെ തോന്നിക്കുന്ന, സാധാരണക്കാരെ പോലെ ബിഹേവ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അവരെ ആര്യന് പുച്ഛമാണ്. അവരുടെയൊക്കെ അരികിൽ ചെല്ലുമ്പോഴേക്കും ആര്യന്റെ മുഖത്തെ സ്ഥായി ഭാവം തന്നെ പുച്ഛമാണ്. പല ആൾക്കാരോടും ആര്യൻ മിങ്കിൾ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഞാൻ എന്തോ അങ്ങ് കൊമ്പത്തെ പാർട്ടിയാണെന്നും നിങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും വെറും ദരിദ്രനാരായണന്മാരാണെന്നും നിങ്ങളുടെ തോളിൽ കൈയിടാൻ പറ്റിയൊരു പാർട്ടി അല്ല ഞാൻ വലിയ പുള്ളിയാണെന്നുമുള്ള ചിന്തയിലായിരുന്നു അയാൾ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ആരോടാണ് അയാൾക്ക് അവിടെ ചെങ്ങാത്തം ഉണ്ടായിരുന്നത്? വളരെ വിരലേലെണ്ണുവാൻ പറ്റുന്ന ചില ആൾക്കാർ. അതിൽ ഏറ്റവും അധികം താൻ നടക്കുന്നത് ജിസൈലിനൊപ്പമാണ്. ജിസൈല് തൻ്റെ പാവാട വള്ളിയിൽ ആര്യനെ മനോഹരമായി കെട്ടി അതിൽ വലിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും അതിനെല്ലാത്തിനുമുള്ള പണി, നല്ല 7ന്റെ പണി തന്നെ ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അടുത്തതായി സംസാരിക്കുന്ന ആ വീട്ടിലെ പാഷ്യാലിറ്റിയെ കുറിച്ചാണ്. അവിടെയുള്ള ഫിസിക്കൽ ഗെയിമുകൾ വരുമ്പോൾ, ടാസ്കുകൾ വരുമ്പോൾ അത് ചെയ്യുവാൻ വേണ്ടി സ്ഥിരം തിരഞ്ഞെടുക്കപ്പെടുന്ന 2-3 ആൾക്കാർ. അതിൽ ഒന്നാമത് നിൽക്കുന്ന ആള് ആര്യനാണ്, രണ്ടാമത് ജിസൈലാണ്. ജിസൈലും ആര്യനും ഇല്ലാത്ത ഒരു കളിയും അവിടെ ഇല്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ള സംസാരമാണ്. അഭിലാഷാണ് അത് സംബന്ധിച്ച് സംസാരിക്കുവാൻ എഴുന്നേൽക്കുന്നത്. അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലാലേട്ടാ 2-3 ആൾക്കാർ ഇവിടെയുണ്ട്, എന്ത് വിഷയം വന്നാലും അവരാണ് മുൻപേ ചാടുന്നത്. അല്ല, അവർ ചാടി ഇറങ്ങിയില്ലെങ്കിൽ അവരുടെ പേര് മാത്രം സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവരുടെയൊക്കെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ എബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊരു ചിന്തയാണ്. ബാക്കിയുള്ളവരെയൊക്കെ വെറും വേസ്റ്റുകളാക്കി മാറ്റിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ശരിയല്ല എന്ന് തെളിയിക്കപ്പെടണമായിരുന്നു. അതുകൊണ്ട് പല ടാസ്കുകളിലും ഞങ്ങൾ മറ്റു പലരുടെയും പേരുകൾ ബോധപൂർവ്വം നാമനിർദ്ദേശം ചെയ്തു. അവർ ആ ടാസ്കിനകത്ത് ജയിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ വീട്ടിലെ എല്ലാ ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. എങ്കിലും ഈ പാഷ്യാലിറ്റി എന്ന് പറയുന്നൊരു സംഭവം വെച്ചുകൊണ്ടാണ് ഇവിടെ ഈ ചില ആൾക്കാർ കാര്യങ്ങളെ നോക്കിക്കാണുകയും ടാസ്കിനാണെങ്കിലും ഗെയിമിനാണെങ്കിലും എല്ലാം ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. ആ പ്രവണത ശരിയല്ല. അഭിലാഷ് ഈ കാര്യം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യന്റെയും ജിസൈലിന്റെയും ഒരു അപ്രമാദിത്വമാണ് ആ വീട്ടിൽ നടക്കുന്നത്. ആര്യനും ജിസൈലും ഇല്ലാത്ത ഒരു പരിപാടിയും അവിടെ ഇല്ല. ഒന്നുകിൽ അവർ ഇടിച്ചു കയറി ചെന്നിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പിലെ ആൾക്കാരുണ്ട്, അവർ ബോധപൂർവം ഈ ആൾക്കാരെ നാമനിർദ്ദേശം ചെയ്തിരിക്കും. ഇതിന് ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായേ മതിയാവുകയുള്ളൂ. ഈ ആര്യന്റെയും ജിസൈലിന്റെയും ഒക്കെ വേലക്കാരിയെ പോലെ നടക്കുന്ന ഒരു പെങ്കൊച്ചാണ് ഈ രണ ഫാത്തിമയൊക്കെ. എന്ത് കാര്യം വന്നാലും ഇവരുടെ പേര് മാത്രമേ അവർ പറയുകയുള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് ഗെയിമുകളില്ല, അവർക്ക് പ്രത്യേകിച്ച് സ്ട്രാറ്റജിയും ഇല്ല. ഒഴുക്കിനനുസരിച്ച് അവരിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. പ്രേക്ഷകർ ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അവരുടെ വോട്ട് മേടിച്ച് മാക്സിമം മുമ്പോട്ട് പോവുക എന്നുള്ളതിനപ്പുറത്ത് ഈ സീസണിൽ ഇവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ 20-21 ദിവസമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആര്യനും ജിസൈലും അങ്ങനെയല്ല. അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനുകളുണ്ട്. ആ പ്ലാനിനനുസരിച്ച് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെയും അവർക്ക് ചുറ്റുമിട്ട് കറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ആര്യനെ ഇവിടെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ജിസൈൽ 2-3 ദിവസം കൊണ്ട് ജിസൈലിനെ ബിഗ് ബോസ് മാക്സിമം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ എപ്പിസോഡോടുകൂടി അതിനകത്തും ഒരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. തുടർന്ന് ലാലേട്ടൻ അനീഷിനെ എഴുന്നേൽപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, അനീഷ് ഈ സീസൺ തീരുന്ന സമയം വരെയും മിണ്ടാതിരിക്കാം എന്ന് തീരുമാനിച്ച ആ കാര്യം അത് വാസ്തവമായിട്ടും പറഞ്ഞൊരു കാര്യം തന്നെയാണോ? സത്യസന്ധമായിട്ടായിരുന്നോ ആ കാര്യം പറഞ്ഞത്? അതേ ലാലേട്ട,
ഈ സീസൺ തീരുന്ന സമയം വരെയും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഞാൻ റെഡിയായിരുന്നു, അല്ലാതെ കള്ളത്തരമൊന്നുമല്ല. അത് ശരി. അല്ല, ഇവിടെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു മൊട്ടയടിക്കാൻ അവരെ വിട്ടിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും മൊട്ടയടിച്ചേനെ എന്നൊക്കെയുള്ളത്. അങ്ങനെ പറഞ്ഞ ആൾക്കാരൊന്ന് എഴുന്നേറ്റെ. ചില ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. ജിസയിൽ മൊട്ടയടിച്ചില്ല, ആര്യനും മൊട്ടയടിക്കാൻ തയ്യാറല്ല, പക്ഷേ ആ സ്ഥാനത്ത് ഞങ്ങളെ അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായും മൊട്ടയടിച്ചേനെ. ശൈത്യ മൊട്ടയടിക്കാൻ തയ്യാറാണോ? അതേ ലാലേട്ട, ഞാൻ മൊട്ടയടിച്ചേനെ. അടുത്തത് അപ്പാനി ശരത്തിനോടാണ്. ശരത്ത് മൊട്ടയടിക്കാൻ റെഡിയാണോ? അതേ ലാലേട്ട, വേണ്ടി വന്നാൽ മൊട്ടയടിക്കും. ഓഹോ, അനുമോള് മൊട്ടയടിക്കുമോ? തീർച്ചയായിട്ടും ടാസ്കിന് വേണ്ടി മൊട്ടയടിക്കാൻ റെഡിയാണ് ലാലേട്ട, 100% ഉറപ്പാണ്. രേണു സുധിയോട് ചോദിക്കുന്നുണ്ട്, മൊട്ടയടിക്കാൻ റെഡിയാണോ? ഇല്ല ലാലേട്ട, എനിക്ക് പറ്റില്ല. ഒന്നാമത് മുടി ഇല്ലാത്തത് കൊണ്ട് എക്സ്റ്റൻഷൻ വെച്ചോണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് മൊട്ടയടിച്ചു വിടാൻ എനിക്ക് പറ്റില്ല. ഇത് പറഞ്ഞ് രേണു സുധി സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. ബാക്കിയുള്ളവർ മൊട്ടയടിക്കാൻ റെഡിയാണ്. ലാലേട്ടൻ അപ്പോൾ പറയുകയാണ്, അങ്ങനെയുണ്ടെങ്കിൽ ഒരു ടാസ്ക് തരാൻ പോവാണ്. ആരൊക്കെ മൊട്ടയടിക്കും എന്ന് കാണണമല്ലോ. സ്റ്റോർ റൂമിൽ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് അഭിലാഷിനെ വിടുന്നുണ്ട്. അഭിലാഷ് ആ ബോക്സുമായിട്ട് വരുമ്പോൾ ജിസൈലിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജിസൈൽ, ഈ ബോക്സ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എവിടെ വെച്ചായിരുന്നു കണ്ടത്? ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചായിരുന്നു. അത് പൊട്ടിച്ചു നോക്കിയോ? അതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയുമോ? ഇല്ല ലാലേട്ട, അതിന് അനുവാദം ബിഗ് ബോസ് തന്നില്ല. അതിന് എന്തിനാണ് ബിഗ് ബോസ് അനുവാദം തരുന്നത്? അത് നിങ്ങൾക്ക് പൊട്ടിക്കുവാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ട് വെച്ചിരിക്കുന്ന കാര്യമല്ലേ? നിങ്ങളത് പൊട്ടിച്ചു നോക്കേണ്ട സാധനമായിരുന്നില്ലേ? അതൊന്ന് പൊട്ടിച്ചു നോക്കാൻ പോലുമുള്ള മനോഭാവം ഉണ്ടാകാതെ അതിനു മുൻപ് തന്നെ നിങ്ങൾ വഴക്കിലേക്കായിരുന്നു പോയത്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. എന്തായാലും ശൈത്യല്ലേ മൊട്ടയടിക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ആ പാക്കറ്റ് പൊട്ടിക്കുകയാണ്. മൊട്ടയടിക്കുമല്ലോ, ഉറപ്പാണല്ലോ? അതേ ലാലേട്ട, ഷുവർ, ഇപ്പോൾ തന്നെ ഞാൻ മൊട്ടയടിച്ചിരിക്കും. ശൈത്യ ഉറപ്പിച്ചു തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കവർ പൊട്ടിക്കാം. അങ്ങനെ ആ പാക്കറ്റ് അഭിലാഷും നെവിനും ചേർന്ന് പൊട്ടിക്കുന്നു. പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ആദ്യം കാണുന്നത് ഒരു ട്രിമ്മറാണ്. ലാലേട്ടൻ പറയുന്നു, ആ കൂട്ടത്തിൽ ഒരു കത്ത് കൂടിയുണ്ടല്ലോ, ഒരു കാർഡ് കൂടിയുണ്ടല്ലോ, അതിലെന്തോ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയേ. അഭിലാഷ് അത് വായിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുമെന്ന്? നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ, 1000 പോയിന്റ്സ്. മനസ്സിലാകുന്നുണ്ടോ? ആദ്യമെടുത്ത കാർഡ്, അതായത് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ സ്റ്റാൻഡിന്മേലിരുന്ന കാർഡ്, ആ കാർഡിൽ ഒന്നിൽ എഴുതിയിരിക്കുന്നത് ഈ സീസൺ തീരുന്ന സമയം വരെയും മിണ്ടാതിരിക്കുക. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ജ്യൂസ് കുടിക്കുക. മൂന്നാമത്തെ കാർഡിൽ എഴുതിയിരിക്കുന്നത് മൊട്ടയടിക്കുക. ഇത്രയും മാത്രം കണ്ടു ഉടനെ അവിടെ വഴക്കും ബഹളവും ആരംഭിച്ചു. പക്ഷേ ജിസൈലിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ കാർഡിന്റെ താഴെ ഒരു കവർ ഇരിക്കുകയാണ്, ഒരു പാക്കറ്റ് ഇരിക്കുകയാണ്. ആ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരുന്ന സംഭവമാണ് ഇപ്പോൾ ഈ വായിച്ചു കേട്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെ കൊണ്ട് മൊട്ടയടിപ്പിക്കുമെന്ന്? അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് 1000 പോയിന്റ്. ഈ 1000 പോയിന്റ് ആണ് ഇവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതായത് ആദ്യത്തെ കാർഡിൽ എഴുതിയിരുന്നത് സത്യത്തിൽ ട്രിക്കായിരുന്നു. ഈ ട്രിക്കാണ് അനീഷിന് പിടികിട്ടിയത്. അതുകൊണ്ടാണ് അനീഷ് അത് അനുസരിക്കുവാൻ വേണ്ടി തയ്യാറായത്. എന്നാൽ ഈ ട്രിക്ക് എന്താണെന്നുള്ളത് ആര്യനും പിടികിട്ടിയില്ല, ജിസൈലിനും പിടികിട്ടിയില്ല. അവർക്ക് അതൊരു മൈൻഡ് ഗെയിമായിട്ട് കാണുവാൻ ഒരിക്കലും കഴിഞ്ഞുമില്ല. അതിനാൽ തന്നെ ആ കവർ പൊട്ടിക്കാതെ അവർ പ്രശ്നമുണ്ടാക്കി, ബഹളമുണ്ടാക്കി, ടാസ്ക് നശിപ്പിച്ച് ഒടുവിൽ പുറത്തിറങ്ങി. തുടർന്ന് ലാലേട്ടൻ പറയുകയാണ്, ഈ ഗെയിം ഏറ്റവും നന്നായി ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത് അനീഷ് മാത്രമാണ്. അനീഷ് മിണ്ടാതിരിക്കുവാൻ വേണ്ടി തയ്യാറായി. അപ്പോൾ തന്നെ ഗെയിമിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സീസൺ തീരുന്ന സമയം വരെ മിണ്ടാതിരിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് പറയുമെന്ന്? ഒരിക്കലുമില്ല. അപ്പോൾ അനീഷ് അതിനെ മുൻകൂട്ടി കണ്ടു, അനീഷ് അതിനെ ആ രീതിയിൽ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഗെയിം കൃത്യമായിട്ട് ചെയ്തത് അനീഷാണ്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും അനീഷിന്റെ നെഞ്ചത്ത് കയറാൻ ചെന്ന മുഴുവൻ ആൾക്കാരുടെയും അണ്ണാക്കിൽ പിരിവെട്ടി. ഇനിയിപ്പോൾ ഇവിടെ മറ്റൊരു ചതിക്കുഴി കിടപ്പുണ്ട്. വലിയൊരു പ്രശ്നം ഇവരെ കാത്തിരിപ്പുണ്ട്. ഇതുപോലുള്ള ടാസ്കുകൾ ഇനിയും വരും, പണിപ്പുര ടാസ്കുകൾ. ഈ ടാസ്കിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള പല വിഷയങ്ങളും ബിഗ് ബോസ് വീണ്ടും മുൻപോട്ടെടുത്തു വെക്കും. ആ സമയത്ത് ഇപ്പോൾ പറ്റിയ ആ അബദ്ധം ഇനി പറ്റരുത് എന്ന് കണ്ടുകൊണ്ട് ധൈര്യമായിട്ട് ചില ആൾക്കാരൊക്കെ ചാടി ഇറങ്ങും. അങ്ങനെ ചാടി വീഴുന്ന ധൈര്യശാലികൾക്ക് ബിഗ് ബോസ് 7ന്റെ പണി ഉറപ്പായിട്ടും കൊടുക്കും. ആ ടാസ്ക് ലെറ്ററിൽ അല്ലെങ്കിൽ ആ കാർഡിൽ എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് ചെയ്യേണ്ടിയും വരും. ഇങ്ങനെയൊക്കെയുള്ള പല പണികൾ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. തുടർന്ന് ആര്യനോട് ലാലേട്ടൻ പറയുകയാണ്, എന്തായാലും മോനെ ആ ചാർജർ നീ എടുത്തു. ഇത് കേട്ടപ്പോഴേക്കും ആര്യൻ ചാടി വീഴുകയാണ്. അതായത് താടി മുറിക്കുവാൻ വേണ്ടി പിച്ചാത്തി എടുത്ത ആളാണ്. തനിക്ക് വേണ്ടി ബിഗ് ബോസ് ഡ്രിമ്മർ കൊടുത്തു വിട്ടത് കണ്ടുകൊണ്ട് ചാടി വീഴുന്നു. ലാലേട്ടൻ അപ്പോൾ പറയുന്നുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയേ. ഇല്ല ലാലേട്ട, വർക്ക് ചെയ്യുന്നില്ല. അയ്യോ, ബാറ്ററി ഇല്ലേ അതിനകത്ത്? വീണ്ടും താൻ അതിന്റെ പിൻഭാഗം നോക്കിയിട്ട് പറയുന്നു, ലാലേട്ട ഇത് ചാർജബിൾ ആണ്. എന്നിട്ട് ആ കവർ വീണ്ടും പരിശോധിച്ചിട്ട് പറയുകയാണ്, ഇതിനകത്ത് ചാർജർ ഇല്ല. ആഹാ, കൊള്ളാം. തലമൊട്ടയടിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്യാത്ത ആളിന് ഷേവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ട്രിമ്മർ തരുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആര്യൻ വീണ്ടും ശശിയായി. എന്തായാലും ഒരു കാര്യം ചെയ്, ആ ട്രിമ്മർ അവിടെ വെച്ചിട്ട് രാവിലെയും വൈകിട്ടും അതിന്റെ മുൻപിൽ പോയി കൈകൂപ്പി ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ. അതേ ഇപ്പൊ നടക്കൂ.
തുടർന്ന് ഭൂമി കയ്യേറ്റം ടാസ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ടാസ്കിനിടയിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും വളരെ രസകരമായി സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി ലാലേട്ടൻ പറയുന്നുണ്ട്. ഇവിടെ ഇത്രയും ക്യാമറ ഉണ്ടായിരുന്നിട്ടും ഒരാൾ ക്യാമറ പോലെ അവിടെ നിൽക്കുന്ന കാഴ്ച കണ്ടായിരുന്നു. ഒന്നും തന്നെ ചെയ്യുന്നില്ല, എല്ലാം കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരാണ് ആ ആള്? അപ്പോഴേക്കും വീട്ടുകാർക്ക് ഒരു സംശയവുമില്ല. ആ ആളുടെ പേര് രേണു സുധി എന്നുള്ളതാണ്. രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു പറയുന്നത്, ഇല്ല ലാലേട്ടാ, ഞാൻ ടാസ്കിൽ പങ്കെടുത്തിരുന്നു. എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടികളെല്ലാം സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അത് കൃത്യമായിട്ട് ഞാൻ ചെയ്തു. അടുത്ത ചർച്ച ഹോട്ട് സീറ്റിനെ കുറിച്ചുള്ളതായിരുന്നു. അതായത് കലാഭവൻ സരികയും ശാരികയും തമ്മിൽ ഒരു ഇന്റർവ്യൂ നടന്നു. നമ്മുടെ ഹോട്ട് സീറ്റിന്റെ ആളാണല്ലോ ശാരിക KB. ശാരികയോട് കലാഭവൻ സരിക അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാമോ എന്ന്. അത് എഗ്രി ചെയ്തുകൊണ്ട് ശാരിക സരികയെ ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. ആ ഹോട്ട് സീറ്റിൽ നന്നായിട്ട് പൊള്ളിച്ചു വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇന്റർവ്യൂ തീരുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു. പക്ഷേ അതിനെക്കുറിച്ച് അന്നേരം തന്നെ പറഞ്ഞ് അതെല്ലാം രമ്യമായി പരിഹരിച്ചു പോയതാണ്. ഒരു 5-6 മണിക്കൂറിന് ശേഷം വീണ്ടും സരിക വന്ന് ശാരികയുമായിട്ട് ഗുസ്തി ഉണ്ടാക്കുകയാണ്. ആ പറഞ്ഞ വാക്ക് എന്നെ അങ്ങേയറ്റം ഹേർട്ട് ചെയ്തു. എൻ്റെ ദിലീപേട്ടൻ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഞാൻ അഴിഞ്ഞാട്ടം നടത്തി, അനാശാസ്യം നടത്തി എന്നൊക്കെയുള്ള രീതിയിലല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായി. ഒടുവിൽ സരികയ്ക്ക് വേണ്ടി തൻ്റെ ഗുണ്ടാ ടീം ഇറങ്ങുന്നു. അക്ബർ, അപ്പാനി, ആര്യൻ തുടങ്ങിയ ആൾക്കാർ മുഴുവനും അണിനിരക്കുന്നു. വലിയ ബഹളം അവിടെ നടക്കുകയാണ്. അവസാനം ശാരികയ്ക്ക് മാപ്പ് പറയേണ്ടി വന്നു. ശാരിക ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതിന് ശേഷമാണ് വിജയീഭാവത്തോടുകൂടി സരിക അവിടുന്ന് പിൻവാങ്ങുന്നത്. വാസ്തവത്തിൽ അതൊക്കെ സരികയ്ക്ക് അങ്ങേയറ്റം നെഗറ്റീവ് ഉണ്ടാക്കിയ ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചാണ് ലാലേട്ടൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയതാണ് ഈ ഹോട്ട് സീറ്റ്. ഹോട്ട് സീറ്റിൽ നിങ്ങൾ ചെന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളിന് എന്തും നിങ്ങളോട് ചോദിക്കാം. അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനകത്തൊന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളത് നിങ്ങളുടെ മിടുക്കാണ്. ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാതിരിക്കാം. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തിട്ട് അവസാനം നിങ്ങൾ അവർക്കിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? അത് ശരിയായ ഒരു നടപടിയല്ല. ഇത്രയും പറയുകയും ഉടൻ തന്നെ സ്റ്റോർ റൂമിൽ നിന്നും ഒരു ബെൽ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുക, ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുകയല്ലേ, അങ്ങനെയാണെങ്കിൽ സരിക തന്നെ പോയിട്ട് സ്റ്റോർ റൂമിൽ എന്തായിരിക്കുന്നതെന്ന് നോക്ക്. സരിക വലിയ സന്തോഷത്തോടെ സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ്. പക്ഷേ തിരിച്ചതിനകത്തൊന്നും അവർക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. സരിക എവിക്റ്റ് ആവുകയാണ്. സരികയുടെ മുൻപിൽ സ്റ്റോർ റൂമിന്റെ വാതിൽ അടഞ്ഞു. പിൻവാതിൽ തുറന്നു. ഒരാൾ ഒരു ബ്ലൈൻഡ് ഫോൾഡ് കൊണ്ടുവന്നു, കണ്ണ് മൂടിക്കെട്ടുന്നു. തിരിച്ച് സരികയെ ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. സരിക ഞെട്ടിപ്പോയി. അങ്ങനൊരു സംഭവം സ്വപ്നത്തിൽ പോലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എവിക്ഷൻ 9 പേർ എവിക്ഷനെ നേരിടുകയാണ്. ഈ 9 പേരിൽ നിന്നും ഓരോരുത്തരെയായിട്ട് സേഫ് ആക്കി അവസാനം 2 പേരിൽ എത്തിക്കുന്നു. അവിടെ ഒന്ന് നെഞ്ചിടിപ്പിന്റെ രംഗങ്ങളിൽ കൂടി കടന്നുപോയി ഒരാളിനെ എവിക്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് വരുന്നത്. അതാർക്കും സംഭവിക്കാം, ആരുടെയും പേര് വരാം. ഇങ്ങനെയുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്താണ് സ്റ്റോർ റൂമിലേക്ക് വലിയ സന്തോഷത്തോടു കൂടി പോയ കലാഭവൻ സരിക അതോടുകൂടി വീട്ടിലേക്കുള്ള ഫ്ലൈറ്റ് കയറുന്നത്. വാസ്തവത്തിൽ എന്താണ് സരികയ്ക്ക് സംഭവിച്ച പ്രശ്നം? എന്തുകൊണ്ടാണ് സരിക ആ വീട് വിട്ടു പോകേണ്ടി വന്നത്? ഒന്നാമത്തെ പ്രശ്നം, സരികയ്ക്ക് അവിടെ കൃത്യമായിട്ടൊരു ഗെയിം സ്ട്രാറ്റജി ഇല്ലായിരുന്നു. ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടത്തിൽ എപ്പോഴും ഇരിക്കുക, നുണ പറയുക, ഗോസിപ്പുകൾ പറയുക, ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് മോശമായി സംസാരിക്കുക, ഇത് മാത്രമാണ് അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഏറ്റവും രൂക്ഷമായ പ്രശ്നമായിരുന്നു ഇപ്പോൾ ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ച ഈ ഹോട്ട് സീറ്റ് വിഷയം. അങ്ങോട്ട് ചെന്ന് കയറി പണി മേടിച്ചതിന് ശേഷം ആ ഇന്റർവ്യൂവറെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം പ്രേക്ഷക സമൂഹം വിലയിരുത്തുകയാണ്. അവർ കൃത്യമായിട്ട് വോട്ടിൽ കൂടി അതിനോട് പ്രതികരിച്ചു. അതാണ് ഇപ്പോൾ സരികയ്ക്ക് കിട്ടിയ 7ന്റെ പണി. അങ്ങനെ സരിക ബിഗ് ബോസിൽ നിന്നും പുറത്തായിരിക്കുന്നു. തുടർന്ന് കാണുന്നത് ബിഗ് ബോസ് വീടാണ്. ഷോ കഴിയുന്നു, ഭക്ഷണത്തിന് വേണ്ടിയിരിക്കുന്ന സമയമാണ്. ഇതിനു മുൻപ് ഈ സരിക അവസാനം യാത്ര പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി കാണുന്നുണ്ട്. സരിക പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ നേരത്തെ ഒരു സംസാരം നടന്നിരുന്നു. അന്നേരം അപ്പാനി പറഞ്ഞിരുന്നു, എൻ്റെ വീട്ടിൽ പോയി രേഷ്മയെ ഒന്ന് കാണണമെന്ന്. അപ്പോൾ സരിക പോകും എന്നുള്ള കാര്യം ഏകദേശം ഇവരൊക്കെ തന്നെ ഉറപ്പിച്ചിരുന്നതാണ്. എപ്പിസോഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് രണ ഫാത്തിമ സരികയോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. ചേച്ചി ആയിരിക്കുമോ ഇവിടുന്ന് പുറത്തു പോകുക എന്നുള്ളതിനെക്കുറിച്ച്. അത് കേട്ടപ്പോഴേക്കും സരികയ്ക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ടായതാണ്. അപ്പാനി അവരോട് പറഞ്ഞിരുന്നു, സരിക ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ രേഷ്മയെ പോയെന്ന് കാണണമെന്ന്. ഇപ്പോൾ അതൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമായിരുന്നോ സരിക പോകുമെന്ന്? ഇല്ല ലാലേട്ട, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നേക്കാൾ മുമ്പേ പോവുകയാണെന്നുണ്ടെങ്കിൽ രേഷ്മയെ വീട്ടിൽ പോയിന്ന് കാണണമെന്നേ പറഞ്ഞുള്ളൂ. ഇത്രയും പറഞ്ഞ് അപ്പാനി തടി തപ്പുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശൈത്യയും അനുവും കൂടി സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട്. പാവം സരികേച്ചി പുറത്തുപോയി.
സത്യത്തിൽ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നില്ല, ഭക്ഷണം തൊണ്ടെന്ന് ഇറങ്ങുന്നില്ല. അങ്ങോട്ട് നോക്കിയേ, ആ ഗ്രൂപ്പിലെ ആളായിരുന്നു. പക്ഷെ അവർക്ക് ആർക്കും യാതൊരു സങ്കടവുമില്ല. അങ്ങനെ ഒരാൾ പുറത്തു പോയതിൽ ഒരു വിഷമവുമില്ല. അവരൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഇതാണ് ഗ്രൂപ്പിന്റെ പ്രത്യേകത. ഗ്രൂപ്പ് അവർക്ക് അത്യാവശ്യമായിരുന്നു. ഓരോരുത്തർക്കും നിലനിൽക്കുവാൻ വേണ്ടി പരസ്പരം ആൾക്കാരെ ഉപയോഗിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യില്ല എന്നുള്ള ഏകദേശം ഒരു ധാരണ. മറ്റുള്ള ആൾക്കാരെ മാത്രം അവർ നോമിനേറ്റ് ചെയ്യും. അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് അവർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഗ്രൂപ്പിനകത്തുനിന്ന് ഒരാൾ പുറത്തു പോയതിൽ ഒട്ടും തന്നെ മറ്റുള്ള ആൾക്കാർക്ക് വിഷമമില്ല. ഇതാണ് അക്ബറിന്റെയും അപ്പാനിയുടെയും രണ ഫാത്തിമയുടെയും ജിസൈലിന്റെയും ഒക്കെ ഗ്രൂപ്പിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഗ്രൂപ്പ് പൊളിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചില വ്യക്തികൾ ഇപ്പോൾ ഒരു ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി വേറൊരു ഗ്രൂപ്പ് അവിടെ വന്നിട്ടുണ്ട്. അത് ഷാനവാസിന്റെയും ഒനിലിന്റെയും അഭിലാഷിന്റെയും ഗ്രൂപ്പാണ്. ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പിനെ പൊളിച്ചിട്ട് ആ ഗ്രൂപ്പ് പ്രബല ശക്തിയായി മാറുമോ എന്നൊക്കെയുള്ളത് വരുന്ന ദിവസങ്ങളിൽ കാണേണ്ട കാര്യമാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമായിരുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.